ചങ്സുകളെ, നിങ്ങളുടെ അച്ചായനാ? അതെ, ടോണി സാജൻ ബോക്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരുപാട് നാളായില്ലേ നമ്മളൊരു കുക്കിംഗ് വീഡിയോ കണ്ടിട്ട്. നമുക്കൊന്നൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങളുടെ നാടൻ പാലക്കാടൻ ചിക്കൻ ദം ബിരിയാണി. എന്റെ പപ്പ ഒരു സ്പെഷ്യലിസ്റ്റ് ആട്ടോ ചിക്കൻ ദം ബിരിയാണിയിൽ. അപ്പം അതുപോലെ തന്നെ വെറും ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വെക്കുവാൻ പറ്റിയ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുവാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബിരിയാണി ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ അരി ഏതാണ്? കൈമ അരി. അതെ, കൈമ ജീരകശാല അരിയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്പൈസ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ചിക്കൻ ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വൃത്തിയാക്കി കഴുകി നമ്മൾ വെക്കുന്നു. അതുപോലെ തന്നെ സബോള ഞാൻ 1 കിലോയ്ക്ക് 4 വെച്ചിട്ടാണ്, അത് 8 ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ 3 ഞാൻ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ട് സലാഡും കൂടെ ചെയ്യാൻ വേണ്ടിട്ട്. അതുപോലെ തക്കാളി നമ്മളൊരു 6 എടുത്തിട്ടുണ്ട്, ഒരു 6 എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരു ഫുള്ള് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇതാ മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം വറുത്ത് വരുന്നതാണ്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു ഗരം മസാലയാണ്. അത് എന്റെ വൈഫിന്റെ സ്പെഷ്യലാണ്. അപ്പൊ അതിനുള്ള കൂട്ടാണ് ഇത് കേട്ടോ, ഗരം മസാല. അതുപോലെ മല്ലിച്ചപ്പ്, പുതിന, അത് സ്പെഷ്യൽ അല്ലേ, അറിയാലോ. അതുപോലെ ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ പാലക്കാട് ചിക്കൻ ദം ബിരിയാണിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന വിഭവങ്ങൾ, ഐറ്റംസുകൾ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കല്ലേ. അപ്പൊ നമ്മൾ ചിക്കൻ എല്ലാം കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അരി എത്ര അരി ഇടണം എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. ഞാനിപ്പം ഈ ഒരു ഗ്ലാസ്സിൽ 8 ഗ്ലാസ് അരി ഞാൻ ഇടുന്നുണ്ട്. അപ്പം 8 ഗ്ലാസ് അരി ഇടുമ്പോൾ ഞാനിതിൽ ചേർക്കുന്ന വെള്ളം എത്രയായിരിക്കണം? 1.25 ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഓരോ ഗ്ലാസ്സിനും ചേർക്കുന്നത്. മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ എന്റെ ഞാൻ ചേർക്കുന്ന ഉത്തരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 8 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 8 ഗ്ലാസ് അരി ഇട്ടിട്ട് കഴുകി വാരി എടുക്കും. ഓക്കെ, നമ്മൾ ചിക്കൻ ഒന്ന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടൊന്ന് ഒരു ഹാഫ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ പൊടിഞ്ഞു പോകാതിരിക്കാനൊക്കെ വേണ്ടിയാണത്. നല്ല ടേസ്റ്റ് കിട്ടും. ഓക്കെ, അത് മുളക് പൊടി ചേർത്തിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കും. ഓക്കെ, അല്പം മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് മതി. ചിക്കൻ മസാല നമ്മൾ ചേർക്കേണ്ടത്. ചിക്കൻ മസാല നമ്മൾ തന്നെ ഒരു മസാല നമുക്ക് ഉണ്ടാക്കുന്നത്. കാരണം ഇത് ജസ്റ്റ് നമുക്ക് ഇതിൽ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് പൊടികൾ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നു. ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലാണെങ്കിൽ നല്ല നാടൻ നെയ്യ് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ നമുക്ക് RKG നെയ്യാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് നമ്മൾ ചേർക്കുന്നു. അപ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സബോളയും ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മളതിന് കുറച്ച് നെയ്യ് ആദ്യം ചേർക്കുന്നു. സ്റ്റവ് കത്തിക്കുകയാണ്. ഒരു 2 സ്പൂൺ നെയ്യ് നമ്മൾ ചേർക്കുന്നു. നമ്മൾ നെയ്യിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൂടെ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരു 3-4 സ്പൂൺ നമ്മൾ ചേർക്കുന്നു. ഫ്രൈ ചെയ്തെടുക്കുന്നത്.
ഓക്കെ, നമ്മൾ ചൂടായതിനു ശേഷം നമ്മൾ എന്തൊക്കെയാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ സബോള നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടുന്നു. ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, അധികം ലോ ഫ്ലെയിം തന്നെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിയുകയും ഇടാനാ. കൊണ്ട് ഏകദേശം ഇത് പെട്ടെന്ന് തന്നെ മുന്തിരി നമ്മൾ കോരിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിയും. കണ്ടോ, മുന്തിരി പെട്ടെന്ന് ആയിക്കോളും. ഫ്രൈ ചെയ്യാൻ പോണ് കൂടുതലുണ്ട് കേട്ടോ, നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നു. ഞാനതിൽ ഈ സബോള എല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അതാണ് സബോള ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ സബോള ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു നിറം ഉണ്ടോ, ഏകദേശം ഒരു ബ്രൗൺ കളറോട് ഉള്ള നിറമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോരിയെടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോയി പിന്നെ അത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മല്ലിച്ചം പുതിനെല്ലാം നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രഷ് ചെയ്തെടുത്ത് നമ്മൾ ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മല്ലിച്ചം പുതിനയും കൂടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. സവോള എല്ലാം ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കുറച്ച് സവോള നമുക്ക് ഒരു ഹാഫ് ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മസാല, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന എന്ന എല്ലാം കൂടി ചേർത്ത് നമുക്ക് മസാലയാക്കി വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ കൂടുതലായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ഒരു ഹാഫ് ഫ്രൈ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ചിക്കൻ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വേവ് തന്നെ എടുക്കണം കേട്ടോ. ഇതിന് ബാക്കി കുറച്ചുകൂടി ചിക്കൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ഫ്രൈ ചെയ്യാം. മനസ്സിലായി, നമ്മൾ ബിരിയാണി അരി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, അരി വേവിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് 2-3 സ്പൂൺ നെയ്യ് ഇടുക കേട്ടോ. നെയ്യ് പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ചേർക്കുകയാണ്, ഓയിൽ ചേർക്കുകയാണ്. ഇപ്പോൾ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ സ്പൈസസ് കാര്യങ്ങളൊക്കെ അത് നമ്മൾ ചേർക്കുന്നു. സ്പൈസസ് നമ്മൾ ചേർക്കുന്നു. അല്പം കറുവപ്പട്ടിട്ടു, ഗ്രാമ്പു ഇടുന്നു, ഏലക്കിടുന്നു, അതുപോലെ കുറച്ച് ഇല ചേർക്കാം. നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ടുണ്ടാക്കി ചെയ്യാം, കരിഞ്ഞു പോകും. വറുത്തെടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഈ കട്ട പിടിക്കാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് നല്ലത് ഡ്രൈ ആയിട്ടുണ്ടായി കേട്ടോ. ഇളക്കി കൊടുക്കാം.
ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അരി എങ്ങനെയാണെന്ന് ചെറിയ അരി ഉണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അതാണ് പരുവം കേട്ടോ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെള്ളം ഒഴിക്കണം. ഓക്കെ, വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. നമ്മളത് ഒഴിക്കാൻ പോകണം. അപ്പം അങ്ങനെ 8 ഗ്ലാസ് അരിയാണ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ 14 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി വെള്ളം ചേർക്കാൻ പോകണം. നമുക്ക് ചൂടുവെള്ളം തന്നെ വേണം കേട്ടോ. വെള്ളം ചൂടാക്കിയിട്ട് തന്നെ തിളപ്പിച്ചിട്ട് തന്നെ നമ്മൾ ചേർക്കാവൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ നോക്കി ചേർക്കണേ. ഇതിന് ചോറിന് ആവശ്യമായ ഉപ്പ്. കുറച്ച് ഉപ്പ് കൂടി നിൽക്കുന്നത് നല്ലതായിരിക്കും. അല്പം ഉപ്പ് കൂടി നിൽക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. അതായത് ചോറ് കട്ട പിടിക്കാതിരിക്കാനും കൂടി ചേർന്നിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നാരങ്ങ നീര് ചേർക്കണം. പച്ചമുളക് ചേർക്കേണ്ടത് കേട്ടോ. പച്ചമുളക് ചേർക്കേണ്ടതാണ്. ലേശം കൂടെ നമുക്ക് ഉപ്പ് ചേർക്കാം. കുറച്ചും കൂടെ ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം. ഫസ്റ്റ് അങ്ങോട്ട് നോക്കാം. ഓക്കെയാണ്. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ തിളപ്പിക്കുന്നു. നല്ല തിളച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ വെക്കണം. അപ്പം ചോറെല്ലാം കറക്റ്റ് അടിക്കും. അപ്പം എന്തായി, ഇത് നല്ലത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം. ഓക്കെ, 6-7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇടയ്ക്ക് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറായെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. നമ്മളത് മൂടാൻ പോകണം. മൂടിക്കഴിഞ്ഞ ശേഷം ഫ്ലെയിം കുറയ്ക്കുന്നു. ഒരു 10 മിനിറ്റ് നോക്കണം. 10 മിനിറ്റ്. അപ്പം ചങ്ക്സുകളിൽ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് നമുക്ക് കുക്കറിലാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ തീർത്തു കുക്കറൊക്കെ വെച്ച് ഇതാക്കി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയുണ്ട്. അതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ചേർക്കണം. ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് റെഡിയാണ്. ഇതാ നമ്മൾ പറഞ്ഞ ഗരം മസാല നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചതാണ്. അതുപോലെ തന്നെ മസാല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മുളക് മല്ലിച്ച പുതിനെല്ലാം മസാല ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് നെയ്യൊക്കെ ചേർത്ത് സ്പെഷ്യലാണത്. അതുപോലെ നമ്മൾ കുറച്ച് അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ് മസാല കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ച പുതിന എല്ലാം അരച്ച് ചേർത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റാണ് കേട്ടോ. നമ്മൾ ആ പച്ചമുളക് മാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കുറച്ച് നമ്മൾ സബോള ഇടാൻ പോവാണ്. സബോള നമ്മൾ ഇടുന്നു. സബോള നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയാണ്. അത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചതച്ച് ഞെരടി ഇടാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം. ആവശ്യം ഉപ്പ് ചേർക്കണം. നല്ല അത്യാവശ്യം വഴങ്ങിയിട്ടുണ്ട്. പച്ചമുളക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത കുറച്ച് പൊടികൾ ചേർക്കാൻ നമുക്ക് ഗരം മസാല ഇട്ടിട്ടുണ്ട്. നമ്മൾ പൊടികൾ ചേർക്കാൻ പോവാണ്. അപ്പോൾ അല്പം നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കണം. നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല ചേർക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് നോക്കണം. ചോറ്
ഉണ്ടോ നല്ല സൂപ്പറായിട്ട് കേട്ടോ, അടിപൊളിയായിട്ട് നമ്മൾ ചോറ്. ഓക്കെ, അപ്പം തീ നമ്മൾ ഓഫ് ചെയ്യണം. ചോറിൻ്റെ മൂടി വെക്കണം. നമ്മൾ ഇറക്കി കൊടുക്കണം. മണിക്കൂർ കഴിക്കില്ല, കരിഞ്ഞു പോകും. അടി പിടിച്ചാൽ പിന്നെ മോശമാണ്, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. തക്കാളി ഇടാൻ പോട്ടും. ഓക്കെ, അങ്ങനെ ഇറക്കി കൊടുക്കാം. ഇങ്ങനെ ആയി വരുന്നുണ്ട്. മസാല റെഡി ആയതിനു ശേഷം നമുക്ക് ചിക്കൻ ഇടാം. തൈര് എടുക്കുന്നുണ്ട് കേട്ടോ. തൈര് നമ്മൾ ചിക്കനിൽ മസാല ചേർക്കാനാണ്. അതുപോലെ തന്നെ കുറച്ച് തൈര് മാറ്റി തൈര് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇളക്കി സെറ്റാക്കുന്നു. ചിക്കൻ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്രേവി നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴിക്കണം. അപ്പോൾ ജങ്സുകളെ ഇതാ മസാലയൊക്കെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാലയൊക്കെ സൂപ്പറായിട്ടിരിക്കാൻ നോക്കി. അടിപൊളി മസാല. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടിപ്പ് ചേർക്കാം കേട്ടോ. അതായത് അണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ച് ചേർക്കണം. നോക്കി, നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ബിരിയാണി മസാല സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ ഇളക്കിയത് വറ്റിച്ചെടുക്കാൻ പോവാണ്. ജംഗ്ഷനിലെ നമ്മൾ ദമ്മിടാൻ പോകണം. അപ്പോൾ എല്ലാം റെഡിയാണ്. മസാല റെഡി, ചോറ് റെഡി, എല്ലാം റെഡിയാണ്. ദമ്മിടാൻ പോകണം. നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ആദ്യം ഇടാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചോറിടുന്നുണ്ട്. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നു, മുന്തിരി ഇടുന്നു, അത് നമ്മൾ ഫ്രൈ ചെയ്ത് സവാള ഇടുന്നു. മല്ലിച്ചപ്പ് ലേശം ഇടുന്നു. അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഒരു ലെയർ നമ്മൾ ചിക്കൻ മസാല നമ്മൾ ചേർക്കാൻ പോണേ. മസാല റെഡിയാണ്. ഓക്കെ, ശേഷം വീണ്ടും നമ്മൾ റൈസ് ഇടുകയാണ്. നേരത്തെ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും അണ്ടിപ്പരിപ്പ് ഇടുന്നു, മുന്തിരി ഇടുന്നു, അതുപോലെ സബോള ഇടുന്നു, പിന്നെ മല്ലിച്ചപ്പ്. റൈസ് ഇടുകയാണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാലക്കാടൻ ദം ബിരിയാണി. ഓക്കെ, അപ്പോൾ എൻ്റെ ചങ്സുകളെ നമ്മള് പാലക്കാടൻ ദം ബിരിയാണി ഇതാ ദമ്മ് പൊട്ടിക്കാൻ പോകുന്നു.
കേട്ടോ കഴിക്കുമ്പോൾ നമ്മള് നല്ല മണം വരുന്നുണ്ട്. എങ്ങനെയുണ്ട് പാലക്കാടൻ ദം ബിരിയാണി? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പൊ ഞാൻ കഴിച്ചോട്ടെ. നല്ല മണം, നല്ല സ്മെല്ലാട്ടോ. അടിപൊളി, സൂപ്പർ കേട്ടോ. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് സൂപ്പർ. അപ്പൊ ജംഗ്ഷയുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി ഒത്തിരി വെറൈറ്റി വീഡിയോകളോടുകൂടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. താങ്ക് യു. തേടുമൊരു പൊന്നാമ്പൽ പൂവുകളാൽ നെയ്യാമോ